ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്നൊന്നും ഞാൻ കരുതിയതല്ല. പക്ഷേ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ബോറടി മാറ്റാൻ വേണ്ടി തുടങ്ങിയതാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കുമ്പോൾ ഒരു കടയിൽ, എൻ്റെ നാട്ടിലെ ഒരു കടയിൽ നിന്ന് ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ അവിടെ അതിലിടാനായിട്ട് ഒരു വീഡിയോ എടുത്തോട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ വിചാരിച്ചു എൻ്റെ യൂട്യൂബ് ചാനലിന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ചാനലാണെന്ന്. സത്യം പറഞ്ഞാൽ അത് തുടങ്ങി അപ്പോൾ 2 സബ്സ്ക്രൈബേഴ്സ് മാത്രം ഉള്ളപ്പോഴായിരുന്നു. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് ചോദിച്ചു. ഞാനങ്ങനെ ചാനലിൻ്റെ പേര് വലിയ ചമ്മലോട് കൂടിയായിരുന്നാലും അവരുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവരൊന്ന് സെർച്ച് ചെയ്തപ്പോൾ 2 സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ മുഖത്തുണ്ടായ ചമ്മൽ അവരുടെ മുഖത്തും ഉണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ വിചാരിച്ചു ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള വലിയൊരു ചാനലായിരിക്കുമെന്നു, ഇതിപ്പോൾ ഒരു കുഞ്ഞു ചാനലല്ലേ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ചാനലിലിടാൻ ഒരു ലോങ് വീഡിയോ വേണം, അപ്പോൾ അതിന് വേണ്ടിയാണ് ഒരു വീഡിയോ എടുത്തോട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എന്തായാലും മെനക്കെട്ട് വന്നതല്ലേ, എടുത്തോളാൻ. അങ്ങനെ എടുത്തതാണ്. പക്ഷേ ഇപ്പം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു 1 വർഷം ആവാറായി. അപ്പം എന്ത് കണ്ടൻറ്റ്, ഏത് കണ്ടൻറ്റ് എന്ന് ഇടാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇങ്ങനെ ഡിലേ ആയി പോകുന്നു. സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്, വ്യൂസും ഒക്കെ കുറവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ എൻ്റെ ചാനലിലിടാൻ വേണ്ടി ആദ്യമായിട്ട് ഞാൻ എടുക്കുന്ന വീഡിയോ അല്ലേ, അപ്പോൾ അത് ഇടാം. ഇത്രയും നാളും ഞാൻ ഇടാത്തതെന്ന് വെച്ചാൽ കടക്കാർ 2 സബ്സ്ക്രൈബേഴ്സ്, കുഞ്ഞു ചാനലല്ലേ എന്നൊക്കെ പറഞ്ഞ ആ ഒരു വിഷമം ഉള്ളതുകൊണ്ട് ഇട്ടില്ല. പിന്നെ ഈ വീഡിയോ ഞാൻ ഫോണിലെ ഗാലറി ക്ലിയർ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഈ വീഡിയോ ഒരിക്കലും എനിക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ തോന്നിയിട്ടില്ല. കാര്യം ഞാൻ എൻ്റെ ചാനലിൽ ഇടാൻ വേണ്ടി ആദ്യമായിട്ട് എടുത്ത വീഡിയോ അല്ലേ, അതുകൊണ്ട് ഇടാമെന്ന് കരുതി. എന്തായാലും ഞാൻ ഇതിന്ന് ഇടുകയാണ്. പക്ഷേ ഈ കടയുടെ പേര് ഞാൻ പറയുന്നില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ അവർക്കത് ചിലപ്പോൾ മനസ്സിലായാലോ. ഇവിടെ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തുള്ള ഒരു കടയാണ്. മെറ്റീരിയൽ ഐറ്റംസാണ് കൂടുതലായിട്ട് ഇതിവിടെ കിട്ടുന്നത്. ഒരുപാട് മെറ്റീരിയൽസ്, അതായത് ചുരിദാറിൻ്റെ ആയിരുന്നാലും ലഹങ്ക, ധാവണി, അങ്ങനെ എല്ലാം തയ്ക്കുന്ന മെറ്റീരിയൽസാണ് കിട്ടുന്നത്. പിന്നെ മെറ്റീരിയൽസിൽ വയ്ക്കുന്ന സീക്വൻസ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കിട്ടും. ഷോള്, നല്ല വെറൈറ്റി കളർ ഷോള്, അങ്ങനെ എല്ലാം കിട്ടും. അപ്പോൾ ഈ സ്റ്റിച്ചിങ്ങൊക്കെ അറിയാമെന്നുള്ളവർക്കാണെങ്കിൽ ഈ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യാം. നല്ല മെറ്റീരിയലുണ്ട്. പിന്നെ ചിലവർ ഈ മെറ്റീരിയൽ തന്നെ, നല്ല ഭംഗിയുള്ള ഈ മെറ്റീരിയൽ തന്നെ വാങ്ങിച്ച് സാരിയായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഒരു ബ്ലൗസ് തയ്ച്ചാലും ചുരിദാർ തയ്ച്ചാലും അതിൽ വെക്കേണ്ട എല്ലാ മോഡിഫിക്കേഷൻ ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ മെറ്റീരിയൽസിന് മാത്രമായിട്ടുള്ള ഒരു കടയാണ്. ഒരു വിലയൊക്കെ ഒരു ആവറേജ് ലെവലിലാണ്. ഷോളുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു വലിയ ഷോറൂം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ ഇടാനായിട്ട് എടുത്തതാണ്. കടയുടെ പേര് പറയേണ്ട എന്നാണ് കരുതിയത്, എന്നാലും ഞാൻ പറയുകയാണ്. പരാഗ്, കഴക്കൂട്ടത്തുള്ള പരാഗ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് ഈ വീഡിയോ എടുത്തത്. മെറ്റീരിയൽസിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.